പെരിന്തൽമണ്ണ PTN കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച 7 ദിവസം നീണ്ടുനിന്ന പഠന ക്യാമ്പ് സമാപിച്ചു. നമ്മളിടം എന്ന പേരിലാണ് സപ്തദിന ക്യാമ്പ് നടന്നത്. ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളും പരിസരവും വിദ്യാർത്ഥികൾ ശുചീകരിച്ചു. സ്കൂൾ മതിലുകൾ പെയിന്റടിച്ച് മനോഹരമായ ചിത്രങ്ങൾ വരച്ച് വർണ്ണാഭമാക്കി. കൃഷിയെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും കൃഷി വിദഗ്ധൻ സുരേഷ് മലയാളി നയിച്ച പ്രത്യേക ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകൾ പകർന്നു. നാട്ടറിവ് ശേഖരണവും വിവിധ പഠന ക്ലാസുകളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മണ്ണ് കാണില്ല, വിത്ത് കാണില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറ്റപ്പെടുത്തലുകളല്ല വേണ്ട, കുറെ പരിഹാരങ്ങൾ കാണിച്ചു കൊടുക്കുക. ഒരു ചാണകവും വളപ്പൊടിയും മണ്ണും മനുഷ്യന്മാരെ മണ്ണിളക്കി വിത്ത് വിതക്കാൻ പഠിപ്പിക്കുക. അവിടെ തുടക്കുക. നമ്മളെ അന്നവിചാരം, മുന്നവിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം എന്നുള്ളൊരു സന്ദേശം. വെറുതെ അവരങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ട് പിന്നെന്താ വേണ്ടേ? ഏതൊക്കെ തലങ്ങളിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ യാത്ര നടത്തിയത്? ഒരു 100 സ്കൂളുകൾ പോയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം അവർക്ക് കൈക്കോട്ട് ഓപ്പറേറ്റിംഗ് എന്താ കാണിച്ചു കൊടുത്തിരുന്നു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ മാത്രം പോരല്ലോ, കുത്ത കളക്കുക, വിത്തിടുക, പിന്നെ പഴയ സാധനങ്ങളിൽ കഞ്ഞി കുടിപ്പിക്കുക, ചുട്ടോപ്പണം കഞ്ഞി ചമ്മന്തി കൊടുക്കുക, പിന്നെ കുറച്ച് നേരം കഥയും കവിതയൊക്കെ ഇന്നുണ്ടാവണമെന്ന് പറഞ്ഞു കൊടുക്കുക. കേവലം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങാതെ മാതൃകാപരമായ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്യാമ്പ് വേദിയായി. സ്കൂൾ പരിസരത്തെ നിർധന കുടുംബത്തിന് ആട്ടിൻകുട്ടിയെയും ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് വീൽചെയറും NSS വോളണ്ടിയർമാർ കൈമാറി. ഈ ഞങ്ങളെ ക്യാമ്പ് ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ ഈ സ്കൂളിലെ PTA പ്രസിഡന്റും ഇവിടുത്തെ HMഉം എല്ലാവരും ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അവര് ഒരു ബുദ്ധിമുട്ടും ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നെ പോരാത്തതിന് ഞങ്ങൾക്ക് ഇവിടെ കുറെ പ്രവർത്തനം, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ പോയിട്ട് സർവേ നടത്തി, ഞങ്ങളുടെ മെയിൻ പ്രൊജക്റ്റ് ആയിരുന്നു സർവേ, അത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നിർധനരായ ഒരു കുടുംബത്തിന്റെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ആട്ടിൻകുട്ടിയെ നൽകിയിട്ടുണ്ട്. അതിലെ ഒരു ആട്ടിൻകുട്ടീനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. എപ്പോഴെങ്കിലും ആ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊരു കുട്ടീനെ നമുക്ക് തിരിച്ചു തരണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോരാത്തതിന് നമ്മൾ ഒരു വീൽ ചെയർ, ഒരു കുട്ടിക്ക്, ഭിന്നശേഷിയുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വീൽ ചെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനം, പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും, വായനശാല ക്ലീനിങ്, ഇവിടെ ബാഗ് നിർമ്മാണ പരിശീലന ക്ലാസ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഡിസംബർ 30-ന് സമാപിച്ച ക്യാമ്പ് തങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് നൽകിയതെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. തൊഴിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയാണ്ട് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ്ട് ബാഗ് നിർമ്മാണം, അതേപോലെ തന്നെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തിൻ്റെ നമ്മുടെ പരിസരം, ക്യാമ്പസിൻ്റെ സ്കൂൾ കോമ്പൗണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കി. ആദ്യം നമ്മൾ ഈ ഒരു സ്കൂളിന്റെ തന്നെ പുറത്തുള്ള ചുമരും ഉള്ളിലുള്ള ചുമരിന്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നസീമായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നസീമിന്റെ നേതൃത്വത്തിൽ എല്ലാവരും പെയിന്റ് ചെയ്ത് അത് അടിപൊളിയായി ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ അടുത്തുള്ള ഒരു വായനശാലയിൽ നമ്മൾ പോയിട്ട് അവിടെ പരിസരം വൃത്തിയാക്കി. അതേപോലെ ഈ ഒരു സ്കൂളിന്റെ തന്നെ പരിസരം എല്ലാ രീതിയിലും വൃത്തിയാക്കി. ഒരു അടുക്കളത്തോട്ടം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. ആ സ്കൂളിൽ പോയിട്ട് അതിന്റെ പരിസരം നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. CCN പെരിന്തൽമണ്ണ.